നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഓണാശംസകളും പുതുവർഷാശംസകളും നേരുന്നു. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഇന്ന് പറയാൻ പോകുന്നത് 2024 ആഗസ്റ്റ് മാസം 16-ാം തീയതി രാത്രി 7:46 സൂര്യസംക്രമം നടക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ 1-ാം തീയതി ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തിൻ്റെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും? കേൾക്കുമ്പോൾ വിഷമം തോന്നരുത്. സന്തോഷിക്കാൻ ഉള്ള മാർഗങ്ങൾ നിങ്ങൾ വിചാരിച്ചാലാണ്. കാരണം 2025 മാർച്ച് മാസം വരെ മരണശനി എന്നുള്ളൊരു വലിയ ഗ്രഹപ്രധാനം നമുക്കുണ്ട്. ശനി 8 നിൽക്കുമ്പം വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയതെല്ലാം 3 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ വരുമാനം കുറയും, ചെലവ് കൂടും, കടങ്ങൾ കൂടുതലും ഉണ്ടാവും, പലിശയ്ക്കും മുതലും പേഴ്സണൽ ലോണുകളും ഒക്കെ എടുക്കും. എല്ലാം അടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ നമ്മൾ അക്കൗണ്ട് വരെ മുരടിപ്പിക്കും. അങ്ങനെ ജപ്തി നടപടികൾ, കടങ്ങൾ, ഒരുപാട് വീടും വസ്തുവും ധനവും ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷേ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത തരത്തിൽ നരകിച്ചു പോകുന്ന സമയമാണ്. നിങ്ങളുടെ ജോലിയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ശനി 8 നിൽക്കുമ്പോൾ 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് വെച്ചാൽ ജാതംബ വിഫലം വി നഷ്ടവികലോ ശത്രുവാദി കഷ്ടോ അഷ്ടമഹാനാണ്. ജാതംബ വിഫലോ എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ട്, അധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട് കിട്ടേണ്ടുന്ന യഥാർത്ഥ ഗുണങ്ങൾ കിട്ടാൻ തടസ്സം വരും. തടസ്സം വരണമെന്നും കൊണ്ട് നിങ്ങൾ കളാറ്റുമല്ല, എപ്പോഴെങ്കിലും കിട്ടും. പക്ഷെ അത് നമുക്ക് ക്ഷമിക്കണം. ഈ നഷ്ടങ്ങൾ അങ്ങനെ വിത്തക്ഷേപ നഷ്ടങ്ങൾ, ഈ കൈ ഇരിക്കുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല, തരാനുള്ളത് തന്നതുമില്ല, കടവും കൂടാവും. ഈ കലാഐശ്വര്യ പ്രവൃത്തിക്ക് മങ്ങലും ശത്രുവാദി കഷ്ടവും അഷ്ടം, വളരെ കഷ്ടമാണ് അഷ്ടമം. മരണസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം കൃഷി, നാൽക്കാലി നഷ്ടങ്ങൾ, വ്യാപാര നഷ്ടങ്ങൾ, തൊഴിലാളി മുതലാളിയൊക്കെ കളിച്ചു പോകുന്ന അവസ്ഥ, മൃത്യൂർ ബന്ധുവഴിയിൽ മരണ ദുഃഖങ്ങൾ, വേദിസ ദുഃഖം, വേദികൾ ദുഃഖങ്ങൾ, ശനിരിക ഗതിതോ ദാസവൃത്യാദിക വിദാസനും വൃത്യനും, എല്ലാ തൊഴിലാളിയും മുതലാളിയൊക്കെ കോപിച്ചു പോകുന്ന സമയം, നിങ്ങളെ അനുയായികളും കൂടെ നടക്കുന്ന സുഹൃത്തുക്കളും ശത്രുക്കളാവുന്ന സമയം, നമ്മളെ പൂജകളും ആത്മീയങ്ങളും ദൈവിക കാര്യങ്ങളൊക്കെ മുടങ്ങി പോകുന്ന സമയം, പല തീരുമാനങ്ങളും ആഗ്രഹിച്ചത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടാന്ന് തീരുമാനിക്കുന്ന അവസ്ഥ, അതൊരു നല്ലതാണ്. കാരണം ഈ ദോഷം പിടിച്ച സമയത്ത് കയ്യിരുന്ന പൈസയും വസ്തുക്കളും ലോണുകളും എല്ലാം എടുത്ത് വീട് വയ്ക്കാനായിരിക്കും പദ്ധതി. അപ്പോഴാണ് ഒരു അസുഖം വന്നത്, എത്രയും ആശുപത്രി കൊണ്ട് കൊടുക്കും. അപ്പോൾ ആശുപത്രി കൊണ്ട് കൊടുത്താൽ എന്താണ്? വീട്ടിൻ്റെ കടവും വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് ആരോഗ്യം ഉള്ളതും കൂടെ പോയി, രോഗിയായി ജീവിതകാലം മൊത്തം മരുന്ന് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ലെന്ന് വിചാരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ സർജറിയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഭരിക്കണമെന്നല്ല, ഭരിക്കാതെ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരു അനുകൂലമായ ഗ്രഹത്തിൻ്റെ സഞ്ചാരകാലമുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2025 മെയ് മുതൽ കർക്കിടക രാശിക്കൂറുകാർക്ക് വേഴഗ്രഹം 11 സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വേഴം 11 സഞ്ചരിച്ചാൽ വലിയൊരു കേസിൽ നമ്മൾ പ്രതിയാണെങ്കിലും ജാമ്യം കിട്ടിയതുപോലുള്ള ഒരു അനുഭവം ആണ് നമുക്കുള്ളത്. 11 വേഴം നിന്നാൽ നമുക്ക് അത്യാരോഗ്യം, ദീർഘായുഷ്യഭാഗ്യം, ആയുസ്സും ആരോഗ്യവും കിട്ടും. പാമ്പിനെ പോലെ ഇഴഞ്ഞൊരു കുതിരയെ പോലെ ചാടി നടക്കും. അതേപോലെ 2 ദക്ഷിണേ അനുകൂല പ്രായോ അനുകൂലാക സകലാശദേവ, എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം കിട്ടും. ഇത്രയും കാലം അമ്പലവും ദൈവങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും നടത്തിയിട്ട് ഒരു ഗതിയും കിട്ടിയില്ലെന്ന് വിഷമിക്കൽ. ഈ സമയത്ത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾ, വിപത്തുക്കൾ, ആപത്തുകൾ മാറും. അങ്ങനെ നമുക്ക് 3 കോടി ദോഷം ഉണ്ടെങ്കിലും മാറും. ആ കേസിൽ കുരുങ്ങും, ഈ കേസിൽ കുരുങ്ങും, അത് ശരിയാവും, ഇത് ശരിയാവും. ടെൻഷൻ വേണ്ട. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. നിങ്ങളെ കാര്യങ്ങളെല്ലാം വിജയിക്കാനും അനുകൂലമായ നടപടികളും സഹായങ്ങളും ബന്ധുക്കളിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 4 പിച്ചക്കാരൻ കോടീശ്വരനാവുമെന്നാണ് ജാതകത്തിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ ലോട്ടറിയൊക്കെ എടുത്ത് കോടീശ്വരനാവാൻ ശ്രമിക്കരുത്. നമുക്കുള്ള പൈസ കൊണ്ട് തന്നെ നമുക്ക് കോടീശ്വരനായിട്ട് ജീവിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം.
കാരണം ഒരു വ്യക്തിയുടെ ജാതകവും കൂടെ പരിശോധിച്ചാൽ ജാതകത്തിൽ ഭാഗ്യവാനാണ്, ലോട്ടറി അടിക്കാനൊക്കെ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് 11 ചാരവശാൽ വേഗം വരുമ്പോൾ പൈസ കിട്ടും. പക്ഷേ ജാതകത്തിൽ ഭാഗ്യമില്ല, നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉള്ള ഒരു ജനനാണെങ്കിൽ നമ്മൾ എത്ര ലോട്ടറി എടുത്താലും നമുക്ക് വലിയ മെച്ചോ വലിയ എമൗണ്ടുകളോ ഒന്നും കിട്ടാതെ, വലിയ ഭാഗ്യങ്ങൾ കിട്ടാതെ തകർന്ന് ലോട്ടറി കൊണ്ട് കുടുംബങ്ങൾ അനാഥമായിട്ടുള്ള ഒരു ധാരാളം പേരുണ്ട്. ലോട്ടറി അടിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലോട്ടറി അടിച്ചവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. ലോട്ടറി അടിച്ച് തള്ളിയിട്ട് കുടുംബവും പൈസയും എല്ലാം പോയവർ ധാരാളമാണ്. അങ്ങനെ പരാജയപ്പെട്ട ഒരു ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 11 പേരെ നിൽക്കുമ്പോൾ പഞ്ചായത്ത്, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നമുക്ക് സഹായം കിട്ടും. അങ്ങനെ രക്ഷപ്പെടുത്തി വരാൻ പറ്റും. പിന്നെ അതിലെ നക്ഷത്രക്കാർ പരോപകാര പ്രിയരല്ല. ആർക്ക് എന്തൊരു ഉപകാരം ചെയ്താലും ഇവരെ ഉപകാരം ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചേട്ടാ, ചേച്ചി, അണ്ണ, മാമ എന്നൊക്കെ കൊണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കളഞ്ഞിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വിരോധികളും ശത്രുക്കളും കൂടുതൽ വരും. ഈ സമയത്താണ് ആളുകൾ കയ്യിരിക്കുന്നതും കൂടെ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. കാരണം കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയ വസ്തുക്കൾ തിരിച്ചു വേണമെന്ന് വരെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹാഭിനയിച്ചെങ്കിലും നിന്ന് കയ്യിരിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കും. പൂർവിക വസ്തുക്കൾ ചിലത് കൊടുക്കാനും തോന്നിക്കും, കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാമെന്നും വിചാരിക്കും. കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും കുഴപ്പമില്ല, നിലനിർത്തിയാൽ മതി. അങ്ങനെ നമുക്ക് കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. എന്തായിരുന്നാലും വേഴം 11 നിൽക്കുന്ന കാലം നല്ലതാണെങ്കിലും ശനി 2025 മാർച്ച് വരെ 8 നിൽക്കുക. അത് കഴിയുമ്പോൾ മാർച്ച് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, അവസാനം നമുക്ക് അടുത്ത ആഗസ്റ്റ് വരെയാണല്ലോ ഈ പുതിയ വർഷം. അപ്പം നമുക്ക് ആ ജൂൺ കഴിയുമ്പോഴത്തേക്ക് മാർച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു 6 മാസം നമുക്ക് നല്ലതാണ്. ശനി 8 മാറിക്കഴിഞ്ഞാൽ പിന്നെ 2.5 വർഷത്തേക്ക് ഭാഗ്യസ്ഥാനമായ 9-ലാണ്. അപ്പോഴാണ് 0 ആയിട്ടിരിക്കുന്ന വ്യക്തികളും 0 ആയിട്ട് മാറുന്നത്. അങ്ങനെ വലിയ നേട്ടങ്ങൾ അപ്പോഴേ കിട്ടും. ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് സോണി, ഗ്രാമപുര, അധികാര, ജനിത, പൂജ, കൂധാന്യാഗമാണ്. അങ്ങനെ ഗ്രാമത്തിൻ്റെയും പുരം, പട്ടണം, അധികാരമൊക്കെ കിട്ടും, ജോലി കിട്ടും, പൈസ കിട്ടും, എല്ലാ കാര്യത്തിനും വിജയം കിട്ടും. ശത്രുക്കളായിരുന്ന സകല ആൾക്കാരും മിത്രങ്ങളായിട്ട് വരും. സ്ഥാനമാനങ്ങൾ, പ്രവൃത്തി നേട്ടങ്ങൾ, കൃഷി ആൾക്കാർ, വ്യാപാരം, തൊഴിൽ, ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ നേട്ടങ്ങൾ. ഒരു ജോലി ഇല്ലാത്തവനും പൈസയും ഭാഗ്യമൊക്കെ കിട്ടും, സുഖവും സന്തോഷകരമായ ജീവിതവും കിട്ടും. അങ്ങനെ എല്ലാവരുടെ സഹായവും കിട്ടി അവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട എന്തോ എന്ന് തോന്നും വിധത്തിലുള്ള വലിയ ഭാഗ്യങ്ങളും പ്രവൃത്തികളും കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് വരും. അപ്പോൾ ഈ സമയദോഷത്തിന് നമ്മൾ മൃത്യുഞ്ജയ ഹോമം, ഗണപതി പൂജ, നവഗ്രഹ പൂജ, കാലഭൈരവ പൂജ, കുടുംബദേവന്മാർക്ക് ഈ രാഹുവിൻ്റെ നാളാണല്ലോ ആയില്ലേ, അതുകൊണ്ട് നാഗർക്കും വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കണം. മാസം തോറും അഗ്നിയും വഴിപാടുമൊക്കെ നടത്തണം. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യ തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കണം. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, നെയ്യ്, തേന്, കരിക്ക്, അതേപോലുള്ള വിശിഷ്ടമായ പല ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ ദുരന്തങ്ങൾ മാറിക്കിട്ടും. കാരണം പണ്ട് ആ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി രാജാക്കന്മാർ പൂജിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച മാന്ത്രികന്മാരുടെയൊക്കെ അമ്പലമാണ്. അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഗ്രഹങ്ങൾ പിഴച്ചിരുന്നാലും നവഗ്രഹ പൂജ നടത്താം. കാളസർപ്പദോഷമുള്ളവർക്ക് കാളസർപ്പ പൂജയ്ക്ക് പരിഹാരം നടത്താം, സർപ്പപൂജകൾ നടത്താം, കാലഭൈരവന് അഭിഷേകം പൂജകളൊക്കെ നടത്താം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ദോഷങ്ങളും മാറാനും നല്ലത് വരാനും ഒക്കെ ഉള്ള യോഗങ്ങൾ നമുക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ വിനകളും ദുരിതങ്ങളും വിഷമങ്ങളും മാറി നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.